ക്രിമിനൽ കേസിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സിപിഎം സ്ഥാനാർത്ഥിയെ മാറ്റി. കാട്ടക്കാമ്പാലിൽ സ്ഥാനാർത്ഥിയായിരുന്ന കെ.ബി. ജയനെയാണ് മാറ്റിയത്. ഏറിയാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സിപിഐ ലോക്കൽ സെക്രട്ടറി രാജിവെച്ചു. ഇടുക്കിയിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പോലീസുകാരൻ വാട്സാപ്പ് സ്റ്റേറ്റസ് ആക്കിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് എസ്.പി. വ്യക്തമാക്കി. തൃശൂർ കാട്ടകാമ്പാൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്ന കെ.ബി. ജയനെയാണ് സിപിഎം മാറ്റിയത്. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം എം.വി. പ്രശാന്തൻ പുതിയ സ്ഥാനാർത്ഥിയാകും. 2018 രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്നുണ്ടായ വധശ്രമ കേസിൽ ജയൻ പ്രതിയായിരുന്നു. കേസിൽ 2 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത് നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്. ഇതിനിടെ ഇടുക്കിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പോലീസുകാരൻ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയത് വിവാദമായി. മൂന്നാർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ്.ഐ. പ്രകാശ് എസ്.എം. ആണ് ബൈസൺ വാലി പഞ്ചായത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പങ്കുവച്ചത്. സഹപ്രവർത്തകരുടെ എതിർപ്പ് ഉയർന്നതോടെ പിൻവലിച്ചു. കൈതട്ടി അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആയതാണ് എന്നാണ് വിശദീകരണം. തൊടുപുഴയിൽ യൂത്ത് ലീഗ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തി. മുൻ നഗരസഭാ ചെയർമാൻ എ.എം. ഹരിതിനെതിരെയാണ് കെ.എം. നിഷാദ് മത്സരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സോഷ്യൽ മീഡിയയിലും യൂത്ത് ലീഗിന്റെ വ്യാപക പ്രചാരണം നടക്കുകയാണ്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ UDF സ്ഥാനാർത്ഥിയുടെ ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. മിഷൻ ക്വാർട്ടേഴ്സ് സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസാണ് അജ്ഞാതർ തല്ലി തകർത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തൃശൂർ.